من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى بعضكم من بعض فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب. لا يغرنك تقلب الذين كفروا في البلاد متاع قليل ثم مأواهم جهنم وبئس المهاد. صدق الله العلي العظيم. അല്ലാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിക്കുകയും അള്ളാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗത്തിൽ തന്നെ മഹോന്നതമായ പദവി അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തുകയും ചെയ്യണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഹിജ്റ വർഷം 1448 മുഹറം 4-ാമത്തെ ദിവസമാണ് ഇന്ന്. എത്ര പേർക്ക് ഇത് ഗൗരവത്തോടു കൂടി ഇതിനെ സമീപിക്കുകയും പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി ഇതിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. വിശ്വാസി സമൂഹത്തിന് ഒരു പ്രതാപത്തിന്റെ കാലം മുമ്പ് ഉണ്ടായിരുന്നു. മൊത്തം ജനതയ്ക്ക് ഈ ഒരു കലണ്ടർ, ഈ ഒരു വർഷം മാത്രമേ ഒരു കാലഘട്ടത്തിൽ അറിയുമായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഇത് തീരെ അറിയാതെ പോവുകയും ഇംഗ്ലീഷ് മാസപ്രകാരമുള്ള കലണ്ടർ എല്ലാവരും അതിന്റെ ഡേറ്റും അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള മാസവും ഒക്കെ ഉൾപ്പെടെ ഏത് സമയവും എപ്പോ ചോദിച്ചാലും അറിയുന്ന വിധം എത്തിപ്പെടുകയും ചെയ്ത ഒരവസ്ഥയാണ് ഉള്ളത്. ഈ ഒരു അവസ്ഥ പൂർവസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, ഇഖാമത്ത് ചെയ്യുക എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തിന് നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്ന ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അവനാണ് സത്യദീനും സന്മാർഗവുമായിട്ട് നിങ്ങളിലേക്ക് പ്രവാചകനെ നിങ്ങൾക്ക് നിയോഗിച്ചു തന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്?
ഈ ജീവിത വ്യവസ്ഥയെ, ഈ ജീവിതത്തിന്റെ A to Z മുഴുവൻ കാര്യങ്ങളും പറയുന്ന ഏക ജീവിത വ്യവസ്ഥ, മനുഷ്യന്റെ മൈന്യൂട്ടായ ഏറ്റവും സൂക്ഷ്മമായ മേഖലയിലേക്ക് പോലും നിർദ്ദേശങ്ങൾ നൽകപ്പെട്ട ഏക വ്യവസ്ഥയെ ഭൂമുഖത്തുള്ളൂ. അത് അള്ളാഹുവിന്റെ ദീനാണ്. മലമൂത്ര വിസർജനം മുതൽ ഒരു രാജ്യം നിങ്ങളുടെ കൈകളിൽ വന്നാൽ അത് അടുത്ത രാജ്യത്തോട് അയൽപ്പക്ക ബന്ധം, അന്താരാഷ്ട്ര ബന്ധം എങ്ങനെ പുലർത്തണം എന്നുവരെ പഠിപ്പിക്കാത്തതായിരിക്കുന്ന ഒരു കാര്യവുമില്ലാത്ത, പഠിപ്പിക്കാത്തതായിട്ട് ഒന്നുമില്ലാത്ത ഒരേ ഒരു പ്രത്യയശാസ്ത്രമേ ഉള്ളൂ. അതാണ് ഇസ്ലാം, അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത്. ഈ ദീന് ഇന്ന് അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ, ഒന്നാം പ്രതികൾ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ ദീനിനകത്തുള്ള മുനാഫിക്കുകളാണ്. വിശ്വാസിയാണെന്ന് അവകാശപ്പെടുകയും എന്നാൽ അതനുസരിച്ച് ഇസ്ലാമിനെ കൊണ്ടു നടക്കാനോ പുൽകാനോ സന്നദ്ധമല്ലാത്ത വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലയിലൊക്കെ സംവിധാനങ്ങളുമൊക്കെ പാർട്ടികളൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിലെ ഒന്നാം പ്രതികളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരെ മറിച്ച് മുഴുവൻ മനുഷ്യർക്കും മനുഷ്യകുലത്തിന് മുഴുവൻ മാത്രമല്ല പ്രകൃതി ജീവജാലങ്ങൾക്ക് മുഴുവനും അനുഗ്രഹീതമായി ദീനിനെ സമർപ്പിക്കുക എന്ന് പറയുന്ന ദൗത്യം അത് ഏറ്റെടുത്ത മഹാന്മാരായ ആളുകൾ, അതാണ് പ്രവാചകന്മാരെന്ന് പറയുന്നത്. ഹിജ്റ എന്ന് പറയുന്നത് അനുസ്മരിച്ചുകൊണ്ടായിരിക്കണം ഓരോ വർഷവും നിങ്ങൾ ആരംഭിക്കേണ്ടത് എന്ന് പ്രവാചക സമൂഹം നമ്മെ പഠിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇസ്ലാം സഹാബികൾ ഉൾപ്പെടെ പ്രവാചകനൊക്കെ നമ്മെ പഠിപ്പിക്കും. കാരണം എന്താണ് ഹിജ്റ എന്ന് അനുസ്മരിക്കണം. ഹിജ്റയിലൂടെയാണ് ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആദം നബി അലൈഹിസ്സലാം ഹിജ്റ വരികയായിരുന്നു ഭൂമിയിലേക്ക്. സ്വർഗം ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇറങ്ങി തിരിച്ചത്. അങ്ങനെയാണ് ഭൂമിയിലെത്തുന്നത്. അള്ളാഹു കൽപ്പിച്ചതാണ്, ഇനി പോവുക, ഇറങ്ങുക. അങ്ങനെ ഇറങ്ങി അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ഹിജ്റയിലൂടെയാണ് അള്ളാഹുവിന്റെ ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വീണ്ടും ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അർഹനായി മാറുന്നത്. ഇതുപോലെ ഇസ്ലാമിക ലോകത്ത് ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഹിജ്റയിലൂടെയാണ് സകല ചരിത്രവും നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹിജ്റ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നൂഹ് നബി അലൈഹി സ്വലാം ഏറ്റവും വലിയ ഹിജ്റയാണ് നടത്തിയത്. സ്വന്തം ഭാര്യയിൽ നിന്ന്, മകനിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ആ സമൂഹത്തിലും ആ രാജ്യത്തിലും ആ സമൂഹത്തിൽ മുഴുവനും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹം ഹിജ്റ പോരുകയായിരുന്നു. കപ്പലുണ്ടാക്കിക്കെടുത്ത് അതിലേക്ക് കയറാൻ വേണ്ടി പറഞ്ഞു. ആ കപ്പലിന് ഒരു മുൻ പരിചയമില്ല, അല്ലെങ്കിൽ കടലോ വെള്ളമോ ഒന്നും പരിചയമില്ലാത്ത ഭയം ഏതൊരു മനുഷ്യനും ഭയപ്പെട്ടു പോകുന്ന സംഗതിയാണ്. ആ അർത്ഥത്തിലുള്ള കപ്പലുണ്ടാക്കി അതിലേക്ക് കയറാൻ പറഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം യാതൊരു മടിയുമില്ലാതെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക വഴി അദ്ദേഹം രക്ഷപ്പെടുത്തപ്പെടുന്നതും ബാക്കിയുള്ള ആളുകൾ മുഴുവനും ഹിജ്റക്ക് തയ്യാറില്ലാത്ത, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പൂർണ്ണമായി അതിലേക്ക് സന്നദ്ധമല്ലാത്ത മുഴുവൻ സമൂഹത്തെ മുക്കിയൊടുക്കുകയും ചെയ്തുകൊണ്ട് വലിയൊരു ചരിത്രം ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് പ്രവാചകന്മാർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഏറ്റവും വലിയ ഹിജ്റയാണ്. സ്വന്തം പിതാവിൽ നിന്ന് ഹിജ്റ പോരുകയാണ്. മാത്രമല്ല സ്വന്തം ഭാര്യയും മകനെയും കൂട്ടി ഹിജ്റ പോയ ചരിത്രമാണ് ഹജ്ജിലൂടെ നമ്മൾ അനുസ്മരിക്കുന്നത്. 10,000 കിലോമീറ്റർ താണ്ടി അദ്ദേഹം സ്വന്തം നാടും വീടും എല്ലാം വിട്ടേച്ച് അവസാനം അദ്ദേഹത്തിന്റെ ജീവനും അദ്ദേഹത്തിന്റെ ശരീരവും മാത്രവുമായിട്ട് ഹിജ്റ പോയ ചരിത്രം, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഹജർ അള്ളാഹിന്റെ ചരിത്രം നമുക്ക് അറിയാൻ സാധിക്കും. മക്കയിൽ നിന്ന് അദ്ദേഹം വീണ്ടും ഹിജ്റ പോയി ഫലസ്തീനിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയത് നമുക്ക് കാണാൻ സാധിക്കും. ലൂത്ത് നബി അലൈഹി സ്വലാം, ഷുഐബ് നബി അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാം തുടങ്ങി എല്ലാവരും ഈ അർത്ഥത്തിൽ അള്ളാഹു പറഞ്ഞിടത്തേക്ക് പോവുകയാണ്. ഹിജ്റ സ്വന്തം വീടും കുടുംബവും നാടും എല്ലാം വിട്ടേച്ചിട്ടാണ് ഇവരൊക്കെ പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചരിത്രമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ എന്ന് പറയുന്നത്. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും സ്വന്തം നാടും വീടും സകലതും ഉപേക്ഷിച്ച് അവസാനം ബദറിലൂടെയും ഉഹദിലൂടെയും ജീവൻ ഉൾപ്പെടെ ഉപേക്ഷിക്കുവാൻ സന്നദ്ധമായ ചരിത്രം അനുസ്മരിച്ചുകൊണ്ട് വേണം ഹിജ്റയെ നിങ്ങൾ സമീപിക്കുവാൻ, നിങ്ങളുടെ പുതുവർഷം ആരംഭിക്കുവാൻ എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്താണ് ഹിജ്റ എന്ന്
ഞാനും ഇത് അങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് ആലോചിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഇതിന് സന്നദ്ധമല്ല എങ്കിൽ വളരെ നഷ്ടകരമാണ്, നമ്മളുടെ ജന്മം തന്നെ നഷ്ടകരമാണ്. അത് വിപരീത ഫലമാവും, നരകത്തിലെത്തുവാൻ അത് കാരണമാവുകയും ചെയ്യും. കാരണം ഹിജറ മനുഷ്യന്റെ സകലതുമായി ബന്ധപ്പെട്ടാണ് ഹിജറ കിടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹിജറ എന്ന വാക്ക് അത് വെടിയുക എന്നാണ്. ഹജറ എന്ന വാക്കിൽ നിന്നാണ് അത് രൂപപ്പെടുന്നത്. വെടിയുക, മഹത്തായ ആദർശത്തിന് വേണ്ടി, സ്വന്തം സ്രഷ്ടാവിന്റെ കൽപ്പനകൾ പരിപൂർണമായി പാലിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ വെടിയേണ്ടതുണ്ടോ അതൊക്കെ വെടിയുന്നതിന്റെ പേരാണ് ഹിജ്റ എന്ന് പറയുന്നത്. അത് എത്ര അനുവദിക്കപ്പെട്ടതാണ് എങ്കിലും അത് വെടിയാൻ നമുക്ക് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ അല്പമെങ്കിലും ഒരു ബോധം, ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാലഘട്ടം പാടെ നശിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് തിരിയുന്ന ഒരു ഉദാഹരണമാണ്, നമസ്കരിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് ഒരാൾ ജീവിക്കുന്നത് എങ്കിൽ അയാൾ ആ സാഹചര്യം, ആ ജോലിയും അതും വിട്ട് നമസ്കാരത്തിലേക്ക് കടന്നു വരണം. അപ്പോഴേ ഒരാൾ മുസ്ലിം ആവുള്ളൂ എന്ന് പറഞ്ഞാൽ, ഷഹാദത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, സക്കാത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, ഹജ്ജിന്റെ കാര്യത്തിൽ ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, നമസ്കാരത്തിന്റെ കാര്യത്തിലും ഇത് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു ഖൗമായി മാറിയിരിക്കുന്നു ഈ സമുദായം നമസ്കാരത്തിന്റെ കാര്യത്തിലും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ സത്യം സ്വീകരിച്ചില്ല, നമസ്കരിച്ചില്ല, മറിച്ച് നമസ്കാരം ഉപേക്ഷിച്ചാൽ തന്നെ, ഇസ്ലാമിന്റെ അർത്ഥത്തിൽ നമസ്കാരം ഉൾപ്പെടെ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ കളവാക്കുകയും പിന്തിരിയുകയും ചെയ്തവരത്രേ അവർ. അതുകൊണ്ട് നമസ്കാരം എന്ന് പറയുന്നതോ, നമസ്കാരം പൂർണ്ണമായും അല്ലാഹുവിന് സമർപ്പിക്കുന്ന കർമ്മമാണ്. അതും 5 നേരം ആവർത്തിച്ച് അത് ചെയ്തുകൊണ്ട് കാണിച്ചു കൊടുക്കേണ്ട, പ്രകടമായി പ്രായോഗികമായി കാണിച്ചു കൊടുക്കേണ്ട ഒരു കർമ്മമാണ്. അതുകൊണ്ട് ആ നമസ്കാരം ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ മക്കളെയും കുടുംബത്തിന്റെയും ഒക്കെ കാര്യത്തിൽ ശക്തമായ ഒരു വിലയിരുത്തൽ നടത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മൾ വെടിയേണ്ടതൊക്കെ വെടിഞ്ഞിട്ടുണ്ടോ? നമ്മളുടെ സ്വഭാവങ്ങളും പ്രകൃതങ്ങളും ജീവിത രീതികളും ഒക്കെ അത് ഇസ്ലാമിന് അനുകൂലമാണോ എന്ന് നമ്മൾ നോക്കുകയും ഏതൊക്കെയാണോ വെടിയേണ്ടത്, കുടുംബം അതിന് തടസ്സമാണ് എങ്കിൽ ആ കുടുംബത്തെ അതിലേക്ക് മെരുക്കിയെടുക്കൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കുന്നത്. വെടിയണമെന്നില്ല, പക്ഷേ അതിനവരെ പാകപ്പെടുത്തുവാനുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള ശ്രമങ്ങൾ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കണം. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചു, നീ നിന്റെ കുടുംബത്തോട് നമസ്കാരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമസ്കാരം എന്ന് അതിന്റെ അള്ളാഹുവിന് പൂർണ്ണമായി വിധേയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം. ബാക്കിയൊക്കെ അതിന് താഴെയാണ് വരുന്നത്. നമസ്കാരം ഇല്ലാത്തവന് തലപോയ പോലെയാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഒരു ശരീരത്തിൽ തലയില്ലെങ്കിൽ എന്തർത്ഥമുണ്ട്, എന്ത് പ്രസക്തിയുണ്ട് മറ്റു ഭാഗങ്ങൾക്ക് എന്ന് പ്രവാചകൻ ചോദിച്ചുകൊണ്ട്, ഒരു മനുഷ്യന് നമസ്കാരം ഉൾപ്പെടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ദീനിൽ ബാക്കിയുള്ളത്? ഒന്നുമില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് അതിനുതകുന്ന വിധം ജീവിതം മുഴുവനും സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഇസ്ലാമിന്റെ ഹിജ്റ എന്ന് പറയുന്നത്. അങ്ങനെ സഹാബികൾ അത് ചെയ്ത് കാണിച്ചു തന്നു. നോക്കൂ നിങ്ങൾ, സഹാബികൾ ആ ഹിജ്റ പോകുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. ശുഐബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹിജ്റ ചരിത്രത്തിൽ എണ്ണപ്പെട്ട് കിടക്കുകയാണ്. അദ്ദേഹം എല്ലാം ഉപേക്ഷിക്കുകയാണ്. വലിയ സമ്പന്നനായിരുന്നു. നമ്മളെക്കാളും നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ പലരും സമ്പന്നരാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ശുഐബ് റൂമി എന്ന് പറയുന്ന സഹാബി. അദ്ദേഹത്തോട് ഹിജ്റ പോകുവാൻ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് മക്കയിൽ അള്ളാഹുവിന്റെ ദീനനുസരിച്ചുള്ള ഒരു ഭരണകൂട വ്യവസ്ഥ, അല്ലെങ്കിൽ ശരീഅത്തും ഹക്കീമിയത്തും ഖിലാഫത്തും എല്ലാം ഉൾപ്പെടെ, നമസ്കാരം ഉൾപ്പെടെ സ്ഥാപിക്കേണ്ടത് ഭരണകൂടമാണ്. നമസ്കാരത്തിന് ഇമാമിനെ നിശ്ചയിക്കേണ്ടത് ഭരണകൂടമാണ്. പെരുന്നാളും അതേപോലെ പെരുന്നാൾ നമസ്കാരവും ഒക്കെ ഉൾപ്പെടെ അത് പ്രഖ്യാപിക്കേണ്ടത് ഭരണകൂടമാണ്. അതേപോലെ ഖത്തീബിനെ നിയമിക്കേണ്ടത് ഭരണകൂടമാണ്. വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത്, അനാഥകൾക്ക് വിവാഹം എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ദീനുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും മാത്രമല്ല, എല്ലാവർക്കും ആഹാരം കിട്ടിയെന്നും കിടപ്പാടം കിട്ടിയെന്നും ഭക്ഷണം കിട്ടുന്നുവെന്നും പാർപ്പിടം കിട്ടുന്നുവെന്നും നീതി കിട്ടുന്നുവെന്നും അതേപോലെ എന്തൊക്കെയുണ്ടോ സമത്വം കിട്ടുന്നുവെന്നും 100% മുഴുവനും നടപ്പാക്കേണ്ടത് ഇസ്ലാമിക ഭരണകൂടമാണ്. ഇസ്ലാമിക ശരീഅത്തിന്റെ കൽപ്പന പ്രകാരമാണ് അതൊക്കെ ചെയ്യേണ്ടത്. അത് മക്കയിൽ സാധ്യമല്ല എന്ന് വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു, മദീനയിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് മദീനയിൽ ഉറപ്പുണ്ട്. ഏകദേശം ഉറപ്പായപ്പോഴാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും വിശ്വാസികളാണെന്ന് അവകാശപ്പെടുന്ന മുഴുവൻ ആളുകളും ഇറങ്ങി തിരിച്ചിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ഇറങ്ങി തിരിച്ചതാണ് ഹിജ്റ എന്ന് പറയുന്നത്.
നമ്മളും ആ ഹിജറ ചെയ്തു ചെന്ന സഹാബികളും സ്വർഗത്തിൽ കണ്ടുമുട്ടുവാൻ സാധ്യതയുണ്ടോ? കാരണം അത്രയും അതെല്ലാം ത്യജിച്ച ആളുകൾ നമ്മൾ പ്രാഥമികമായ പല കാര്യങ്ങൾ പോലും ത്യജിക്കുവാൻ സന്നദ്ധമല്ല. തനിക്ക് ജന്മനാ കിട്ടിയ പാർട്ടി അത് തെറ്റാണെങ്കിലും ഞാൻ അത് തന്നെ തുടരും. ജന്മനാ കിട്ടിയ പൈതൃകം, പാരമ്പര്യം അത് തെറ്റാണെങ്കിലും ഞാൻ അതിൽ തന്നെ നിൽക്കും. എന്നിട്ടൊരു നിസ്കാരം, ഒരു നോമ്പ് മതി എനിക്ക്. അല്ലാതെ ഇസ്ലാം അത് തെറ്റാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ പാർട്ടി വിടുവാനും ആ സംഘത്തെ വിടുവാനും ആ സന്നാഹം ഒഴിവാക്കുവാനും അല്ലെങ്കിൽ ആ സന്നാഹങ്ങളെ മുഴുവനും ഇതിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുവാനും ഒന്നും സന്നദ്ധമല്ലാതെ എന്ത് ഹിജറയാണ് നമ്മെ സംബന്ധിച്ച്, എന്ത് പാഠമാണ് ഞാനും നിങ്ങളും ഇതിൽ നിന്ന് ഉൾക്കൊണ്ടത് എന്ന് പരിശോധിക്കുവാൻ ഉള്ള അത് അങ്ങനെയാണ് അവന് വേണം നമ്മുടെ ഒരു വർഷം ആരംഭിക്കേണ്ടതെന്നാണ് ഇസ്ലാം പറയുന്നത്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം കിട്ടുന്നതൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. കിട്ടുന്ന സമ്പാദ്യങ്ങളൊക്കെ എടുക്കാവുന്നതൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് തടഞ്ഞുകൊണ്ട് പറയുന്നത്, ഇതൊക്കെ നീ മക്കയിൽ നിന്നുണ്ടാക്കിയതാണ്. നമ്മൾ നമ്മളുടെ ജോലിയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട്, സന്താനങ്ങളും കുടുംബങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് ഈ വർത്തമാനം പറഞ്ഞാൽ നമ്മളുടെ ഇസ്ലാമികമായ നിലപാട് എന്തായിരിക്കുമെന്ന് പരിശോധിക്കേണ്ടത്. അതിനാണ് ഈ ചരിത്രം അള്ളാഹുവിന്റെ റസൂലും സഹാബികളും നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിരിക്കുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് മുഴുവനും നീ മക്കയിൽ നിന്നുണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഇത് കൊണ്ടുപോവാൻ അനുവാദമില്ല, നിനക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോവാം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അതിന് സന്നദ്ധമാവുകയാണ്. ഞാൻ മുഴുവനും നിങ്ങൾക്ക് വിട്ടു തന്നാൽ എന്നെ നിങ്ങൾ പോവാൻ അനുവദിക്കുമോ? റസൂലിന്റെ വിളിക്ക്, അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുവാൻ എനിക്ക് അവസരം നൽകുമോ? ഏത് ആദം നബി അലൈഹി ഇസ്ലാം മുതൽ സകല പ്രവാചകന്മാരുടെയും ആ പോലെ തന്നെ അവരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റിക്കൊണ്ട് മുന്നേറാൻ എന്നെ അനുവദിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവരതിന് സമ്മതിച്ചു എന്ന് മാത്രമല്ല സമ്മതിച്ചിട്ടും അവർ നല്ലൊരു ഷർട്ട് അദ്ദേഹം ഇട്ടിരുന്നു, നല്ലൊരു വസ്ത്രം അദ്ദേഹം ധരിച്ചിരുന്നു. എന്നിട്ട് ആ വസ്ത്രം പോലും ഉൾപ്പെടെ അവർ അഴിച്ചെടുത്തു. ഇത് വിലപിടിപ്പുള്ള വസ്ത്രമാണ്. നമ്മളിൽ പല ആളുകളുണ്ട്, സമ്പന്നരായ ആളുകൾ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ, വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആ വിലപിടിപ്പുള്ളതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കുപ്പായം ഉൾപ്പെടെ അഴിച്ചെടുത്തിട്ട് ഉടുതുണിയിന്മേൽ ആ ഉടുതുണിമേൽ അദ്ദേഹം വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിലായിരിക്കാം പ്രവാചകൻ പറഞ്ഞു, റബ്ബി ഷുഹൈബ് നേടിക്കഴിഞ്ഞു. നമ്മൾ എവിടെ ഇരിക്കുന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ 3 തവണ ആവർത്തിച്ചു, റബ്ബി ഷുഹൈബ് നേടിക്കഴിഞ്ഞു. അതേപോലെ സൈനബ റളിയല്ലാഹു നമുക്കറിയാൻ സാധിക്കും, സൈനബ റളിയല്ലാഹു അൻഹ ഗർഭിണിയായിരുന്നു. യാത്ര ചെയ്ത ഒട്ടകത്തിന്റെ കാലവർ വെട്ടിമാറ്റി. എന്നിട്ട് അവർ താഴെ വീണു, ഗർഭം അലസി. അവിടെ നിന്ന് തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത അവസ്ഥയിൽ അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് എവിടേക്കാ പോയത്? സ്വന്തം വീട്ടിലേക്കല്ല, അങ്ങൾക്കാ നടന്നെത്താൻ സാധ്യമല്ലാത്ത മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നത് എന്ന് ആ അലസിയ രക്തമൊഴുകുന്ന അവസ്ഥയിൽ നിന്ന് പോലും അവർ അവിടേക്ക്, അള്ളാഹു ഒരു കാര്യത്തേക്ക് വരാൻ പറഞ്ഞാൽ അവിടേക്ക് പുറപ്പെടണമെന്ന് അവർ ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. രക്തം വാർന്നു ഒഴുകിയാണ് അവർ മദീനയിലെത്തിയവർ അവിടെ മരിച്ചു എന്നാണ്. അതോടുകൂടി തന്നെ, ആ യാത്രയോടുകൂടി തന്നെ അവർ മരിച്ചു വീഴുകയാണ്. അതേപോലെ തന്നെ അബൂ സലമ റളിയല്ലാഹു അൻഹയെ നമുക്ക് കാണാൻ സാധിക്കും. മക്കക്കാരിയായിരുന്നു ഭാര്യ ഉമ്മു സലമ. അദ്ദേഹത്തെ അബൂ സലമയുടെ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ മക്കക്കാരിയായിരുന്നു ഉമ്മു സലമ. അവർ വിട്ടുകൊടുത്തില്ല. ഉമ്മു സലമ ഇവിടുത്തുകാരിയാണ്, നീ വേണമെങ്കിൽ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ ഉമ്മയെ, ആ ഭാര്യയെ, ഏറ്റവും പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണമായ നമ്മുടെ ഇണയെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇതൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട ഇണയേട്ടോ, ഇഷ്ടപ്പെട്ട ഇണയെ. ചില ആളുകൾക്ക് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾ വേറെ കല്യാണം കഴിക്കാനൊക്കെ. അത്തരം ഇണകളെ കുറിച്ചല്ല, പരസ്പരം സ്നേഹിച്ച് ഇഴുകിച്ചേർന്ന ഇണകളെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവരെ പറിച്ചെടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം യാത്ര തിരിച്ചു. അങ്ങനെ ഉമ്മു സലമ ഒറ്റക്കായപ്പോൾ അവര് പോവാൻ സന്നദ്ധമായി. ഉമ്മു സലമ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടല്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് അവർ പോവാൻ സന്നദ്ധമായപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ പോയിക്കോ, കുട്ടികൾ മക്കയുടേതാണ്. അങ്ങനെ അവസാനം ഈ 3നെയും 3ഇടത്ത് അവരാക്കി മാറ്റി. ഭർത്താവ് അങ്ങനെ അബൂ സലമ അങ്ങോട്ട് പോയി, ഉമ്മു സലമ വേറൊരിടത്തും കുട്ടികൾ വേറൊരിടത്തുമാക്കി. അത് പരിവർത്തിപ്പിച്ചിട്ടും അവസാനം അവർ ഒറ്റയിട്ട് അവർ ഭാര്യ ഇണ പോയി എന്നാണ്, കുട്ടികളെ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കും. മക്കളെ അവർ കേണ് ചോദിച്ചു, ഭാര്യയുടേതാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കെങ്കിലും വിട്ടുതരണം, പാപ്പയെ നിങ്ങൾ അറുത്തിയെടുത്തു. പക്ഷേ വിട്ടു കൊടുക്കാൻ അവർ സന്നദ്ധമാവാതിരുന്നിട്ടും അവർ പോയി എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇതുപോലുള്ള എത്ര ത്യാഗങ്ങളുടെ ചരിത്രമാണ്
നമുക്കൊരു പാർട്ടി പോലും വിടാം. നമുക്ക് ബോധ്യപ്പെട്ടു ഈ പാർട്ടി അള്ളാഹുലേക്ക് റസൂലിലേക്കും അല്ല കൊണ്ടുപോവുക. ഈ പാർട്ടിയും ഈ നേതാക്കന്മാരും അവര് ജനാധിപത്യവും കമ്മ്യൂണിസവും സോഷ്യലിസവും ഒക്കെ നടപ്പാക്കാനല്ലാതെ അവർക്ക് കഴിയുകയില്ല. അള്ളാഹുവിന്റെ ദീനോ അതിന്റെ പൂർത്തീകരണമോ അള്ളാഹു റസൂലോ അവിടേക്ക് എത്തിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എപ്പോഴും എവിടെ നിൽക്കുന്നത്? ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ, വലിയ വലിയ വർത്തമാനം പറഞ്ഞ ആളുകളാണ്. വർഗീയതയുടെ പാരമ്പര്യം, വർഗീയമാണെന്ന് ഉറപ്പുള്ള വിദ്യാഭ്യാസ ക്രമം കൊണ്ടുവരാൻ അത് മുമ്പ് പറഞ്ഞതൊക്കെ നമ്മൾ വെറും വർത്തമാനമായിരുന്നു പറഞ്ഞുകൊണ്ട് അവർ 100 ചില്ലാനം സീറ്റ് കിട്ടിയിട്ടും തോട്ടിലേക്ക് എറിയുകയാണ്. ആ വാഗ്ദാനങ്ങളും പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും ഒക്കെ തോട്ടിലേക്ക് എറിഞ്ഞ് ഫാസിസത്തിന്റെ വിദ്യാഭ്യാസം തന്നെ ക്രമം തന്നെ കൊണ്ടുവന്ന് അവസാനം എന്തായി മാറും? വിശ്വാസത്തെ ഒരു പ്രധാന മുമ്പത്തെ മുഖ്യമന്ത്രിയുടെ ഒരു മകനുണ്ട്, ഇന്ന് ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒരു വാക്ക് കേൾക്കണം. അദ്ദേഹം പറയാണ്, അദ്ദേഹം മുഗളന്മാരുടെ ഉൾപ്പെടെ ഞങ്ങൾ പഠിപ്പിക്കുമെന്നോ. എന്താണ് മുഗളന്മാരുൾപ്പെടെ? എല്ലാ ചരിത്രത്തിലും പെട്ട തന്നെ മുഗൾ ഭരണം എന്ന് പറയുന്നതും അതേപോലെ ഇസ്ലാമികമായ മുസ്ലിം സമൂഹം നടത്തിയ ആധിപത്യ ചരിത്രം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു പ്രത്യേകമായ കാരുണ്യത്താൽ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന് UDFന്റെ വക്താക്കൾ പോലും ചിന്തിക്കുന്നു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വല്ലാത്തൊരവസ്ഥയാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾ ഇതൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ, ഇവരൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എവിടേക്കാണ് എത്തുക എന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിന്റെ തന്നെ കുഴലൂത്തുകാരായി നടക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഹിജ്റയുമായി നമുക്ക് എന്ത് ബന്ധം? മദ്യവും വ്യഭിചാരവും ചൂതാട്ടവും അതിന് ലൈസൻസ് കൊടുത്തുകൊണ്ട് നടപ്പാക്കുകയും അതിനെ മുഴത്തിനു മുഴമായി 40 വട്ടം ന്യായീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ ഇവിടെയൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അത്തരം വർത്തമാനം പറയുന്നവരും പ്രസക്തിയുമില്ല, അത്തരം സംഘത്തിനും പ്രസക്തിയില്ല. അവർ തീവ്രവാദികളാണ്, അവരാണ് കാര്യങ്ങൾ അവർ എല്ലാത്തിന്റെയും പുറകിൽ അവർ പറ്റിപ്പിടിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ നമ്മളും ആ കൂട്ടത്തിൽ കടന്ന് തള്ളുന്നുവെങ്കിൽ ഈ ആശയത്തെയും ഈ ആദർശത്തെയും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സകലതും വെടിയണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ സംഘത്തെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ വീണ്ടും വേറൊരർത്ഥത്തിൽ നമ്മൾ പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫസ്തജാബലഹും, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച സൂറത്ത് ആൽ ഇംറാനിലെ 195 മുതലുള്ള ആയത്ത് നോക്കൂ നിങ്ങൾ. അതിന്റെ അർത്ഥം മാത്രം കേട്ടാൽ തന്നെ എത്ര ഗൗരവമുണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്തജാബലഹും റബ്ബുഹും അന്നീ ലാ ഉളിയു അമല ആമിലിൻ മിൻകും മിൻ ദക്കറിൻ ഔ ഉൻസ ബഅ്ലുകും മിൻ ബഅദ്. അവരുടെ നാഥൻ അവർക്ക് ഉത്തരമരുളി, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ നിങ്ങളിൽ ഒരാളുടെ കർമ്മത്തെയും നാം നിഷ്ഫലമാക്കുകയില്ല. നിങ്ങളെല്ലാം ഒരേ വർഗത്തിൽപ്പെട്ടവർ തന്നെയാണല്ലോ, എല്ലാം ആണും പെണ്ണൊരു വ്യത്യാസവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹ് പറയാൻ. എന്നിട്ട് എന്താണ് പറയുന്നത്? നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ തൊട്ടടുത്ത ആയത്തിൽ തന്നെ, അതേ ആയത്തിൽ തന്നെ അള്ളാഹു പറയാൻ, മറ്റൊരു ആയത്തിൽ പോലുമല്ല, അതേ ആയത്തിൽ 195 ആയത്തിൽ തന്നെ പറയാൻ, ഫല്ലദീന ഹാജറു, നിങ്ങൾ ഹിജ്റക്ക് തയ്യാറാവണം. നിങ്ങൾ ആണും പെണ്ണും ആയതുകൊണ്ട് വേർതിരിവൊന്നുമില്ല, ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഫല്ലദീന ഹാജറു, നിങ്ങൾ ഹിജ്റക്ക് തയ്യാറാവണം. എന്താണോ നിങ്ങളുടെ ആദർശത്തിന് നിരക്കാത്തത് അതിൽ നിന്ന്, അത് എന്താണെങ്കിലും, ഭാര്യയാണെങ്കിൽ ഭാര്യയിൽ നിന്ന് ഹിജ്റ പോകാന്നല്ല, ഭാര്യയിൽ ഉപേക്ഷിച്ചു പോകാന്നുള്ളതല്ല, അതിനുള്ള ശ്രമം നടത്തി ഇസ്ലാം അതാണ് പറഞ്ഞു. എന്നാൽ പോരേണ്ടി വന്നു, എന്റെ ഹിദായത്തിനെ അത് ബാധിക്കും, ഒരു നിലക്കും എനിക്ക് മുന്നോട്ട് പോയാൽ രക്ഷയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഭാര്യയിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഉൾപ്പെടെ ഹിജ്റ പോരണം. ഇസ്ലാം പഠിപ്പിക്കുന്നതാ. നമ്മൾ ഇന്ന് പലപ്പോഴും അത് എല്ലാവർക്കും തിരിയുന്ന ഒരു കാര്യവുമാണ്. അത് തീവ്രവാദമാണെന്ന് ആരോപിക്കപ്പെടുന്നുണ്ട് എങ്കിലും ആ അർത്ഥത്തിൽ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യം തന്നെ നേർച്ച നിബന്ധന എന്താണ്? വല്ലദീന, അതിനാൽ എനിക്ക് വേണ്ടി സ്വദേശം വെടിയേണ്ടി വന്നാൽ വെടിയുക. വല്ലദീന ഹാജറു വഉഖ്രിജു മിൻ ദിയാരിഹിം, എന്റെ മാർഗത്തിനായി സ്വഭവനങ്ങളിൽ നിന്ന് പുറപ്പെടുക. വഊദു ഫീ സബീലി വഖാതലു വഖുതിലു, അങ്ങനെ പുറത്താക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും എന്റെ മാർഗത്തിന് വേണ്ടി അങ്ങനെ സമരം വധിക്കപ്പെടുകയും ചെയ്യേണ്ടി വന്നാൽ പോലും, ഈ മാർഗത്തിന് വേണ്ടി വധിക്കപ്പെടേണ്ടി വന്നാൽ പോലും ഇറങ്ങിയേ പറ്റൂ. ഇതാണ് ഇസ്ലാം, ഖുർആനാണ്. ഈ ഖുർആന് ഇതിൽ ഖുർആൻ അല്ല എന്നും ഇതിന് അർത്ഥമില്ല എന്നും ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അർത്ഥമൊക്കെ തെറ്റിച്ചു വെച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും അതിന്റെ അർത്ഥം എന്താണ്. പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നിങ്ങൾ ആണോ പെണ്ണോ ആവട്ടെ, ആരാണെങ്കിലും ശരി, അവരുടെ നാഥൻ അവർക്ക് ഉത്തരമരളി, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങൾ എന്തിനു വേണം? വല്ലദീന ഹാജറു, നിങ്ങൾ ഹിജ്റക്ക് തയ്യാറാവണം. ഈ നാട് വിടണമെന്നല്ല,
ഈ നാട് വിട്ടുള്ള ഒരു ഹിജറ ഇസ്ലാം പുതിയ കാലത്തിൽ അനുവദിച്ചിട്ടുണ്ട്. അതൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള കാര്യമാണ്. ഈ നാട്ടിൽ ഇസ്ലാമികമായ സാഹചര്യത്തിനെ പറ്റാത്ത എന്തിൽ നിന്നും പറ്റുന്നതിലേക്ക് നമ്മൾ മാറി നിൽക്കണം എന്നാണ്. അത് നോക്കൂ നിങ്ങൾ, 99 ആളെ കൊന്നു ഒരാൾ ഒരു ഹിജറ നടത്തിയിട്ടുണ്ട്. 99 ആളെ കൊന്നു. അദ്ദേഹം പ്രവാചകനോട്, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലെ ഒരു ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു സംഭവ കഥ പ്രവാചകൻ പറയുകയാണ്. അന്നത്തെ കാലഘട്ടത്തിലെ ഒരു പണ്ഡിതനോട്, ഭൂരിപക്ഷ പണ്ഡിതനോട് പോയിട്ട് അദ്ദേഹം ചോദിച്ചു. ഭൂരിപക്ഷ പണ്ഡിതനാണ് അദ്ദേഹം ആദ്യം കണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ 99 ആളെ കൊന്നു, ഇനി ഒരാളെ കൊല്ലുകയാണെങ്കിൽ ഞാൻ എന്തായി മാറും? 100-മതൊരാളായി മാറും. അതുകൊണ്ട് എനിക്ക് വല്ല മോചനമുണ്ടോ, ഇതിനൊക്കെ ഒഴിവാകാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ, നിനക്ക് എന്ത് വഴി? ഇത്ര ആളെക്കൊന്ന് നിനക്ക് ആര് പുറത്തു തരാൻ എന്ന് പറഞ്ഞ് ഭൂരിപക്ഷ പണ്ഡിതൻ അദ്ദേഹത്തെ എന്ത് ചെയ്തു? ശക്തമായി ചോദ്യം ചെയ്യുകയും നിന്നെ പിടികൊടുക്കേണ്ടതാണ്, എന്തായാലും കോപത്തിനിരയാവുന്ന വിധം സംസാരിച്ചു. അദ്ദേഹത്തിന് കോപം വരികയും അദ്ദേഹം അയാളെയും കൂടെ തട്ടിക്കളഞ്ഞു. അങ്ങനെ 100 ആളെ കൊന്നു. 100 ആളെയും കൊന്ന മനുഷ്യൻ. എന്നാൽ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ അന്വേഷണം ആരംഭിക്കും. നമ്മൾ ചെയ്യണം, അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ പൂർത്തിയായോ? ഇനി വല്ലതും ബാക്കിയുണ്ടോ? അൽജാമിയയിലെ ഒരു കുട്ടിയുമായി ഇന്നലെ സംസാരിക്കാൻ സാധിച്ചു. ഒരു പെൺകുട്ടി, നിക്കാബ് ധരിച്ച പെൺകുട്ടിയാണ്. അവള് മാത്രം നിക്കാബ് ധരിക്കുമ്പോ ഹിജാബ് അവിടെ ഹിജാബ് നിർബന്ധമുള്ളൂ, നിക്കാബ് നിർബന്ധമല്ല, മുഖം ഒന്നിച്ചു മൂടേണ്ടത് നിർബന്ധമല്ല. അപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ്, ആ കുട്ടി ആരോ ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് നിക്കാബ് നിർബന്ധമാണ് എന്ന്, ഫർളാണ്, അതില്ലാതെ. അതൊരു പക്ഷെ നല്ല ചിന്തയായിരിക്കും. പക്ഷെ ആ കുട്ടി ചോദിച്ച ചോദ്യം എന്റെ മനസ്സിൽ, ഉസ്താദേ, ഞാനെങ്ങാനും ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ മഹ്ശറയിൽ എന്റെ സ്ഥിതി എന്തായിരിക്കും? എന്റെ ഹൃദയം പൊട്ടിപ്പോയി. പെൺകുട്ടികൾ അവർ ബോധവാന്മാരാണ്. SSLC കഴിഞ്ഞ കുട്ടിയാ ചോദിക്കണം, ഉസ്താദേ, ഞാൻ എന്റെ ഈ നിക്കാബ് എങ്ങാനും ഒഴിവാക്കിയാൽ മഹ്ശറയിൽ, ഇത് നമ്മുടെ ചിന്തയുണ്ടോ? നമുക്ക് ഒരുപാട് നമ്മൾ ഓരോ കാര്യങ്ങൾ വെച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇതാണ് ഹിജറ നമ്മളോട് ചോദിക്കുന്നത്. മഹ്ശറയിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? എന്റെ സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ മഹ്ശറ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ന് മരിച്ചാൽ കഫൻ പുടവ നമസ്കാരം നോക്കി ഹിജറ തുടങ്ങി. ഹിജറ വളരെ പ്രധാനപ്പെട്ടതാണ്. മരണമുഖത്ത് ഹിജറ വരും. മരണമുഖത്ത് ഹിജറ തൊട്ടടുത്ത ആയത്തിൽ അത് പറയുന്നുണ്ട്. ഈ ആയത്തിന്റെ ബാക്കി പത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത്തരക്കാരുടെ സകല പാപങ്ങളും നാം പുറത്തു തരും. അള്ളാഹുവിന് വേണ്ടി ഇറങ്ങിയാൻ സന്നദ്ധമാണ്, ഇറങ്ങിത്തിരിക്കുന്നുവെങ്കിൽ എങ്ങനെ ഇറങ്ങണമെന്ന് അള്ളാഹു കാണിച്ചു തരും. എവിടേക്ക് ഇറങ്ങണം, ഏതിലാണ് ഞാൻ കൂടേണ്ടത് എന്നൊക്കെ അള്ളാഹു കാണിച്ചു തരും. അള്ളാഹുവിനോട് വഹി ചോദിച്ചാൽ, ഇസ്തിഖാറത്തിന് നമസ്കരിച്ച് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് സന്നദ്ധമാവണം. ഞാൻ ഇറങ്ങുകയില്ല, ഇതിനേക്കാളും വലിയ കുത്തുബ കേട്ടിട്ടും ഇതിനേക്കാളും വലിയ വർത്തമാനം കേട്ടിട്ടും ഞാൻ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇതിനിപ്പോ ഇറങ്ങാൻ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഇനിയും നമ്മൾ ഇത്തരം കൽപ്പനകളെ, ആഹ്വാനങ്ങളെ നിസാരവൽക്കരിക്കുന്നുവെങ്കിൽ അധിക വർഷമൊന്നും നമുക്കിവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ടതില്ല. ഫറോവയുടെ അതേ അവസ്ഥയാണ്. ഫറോവയാണോ മൂസാ നബിയാണോ? ആ ഫറോവ ഒരു 100 കൊല്ലത്തിന് താഴെ വരുന്ന നാളിന് വേണ്ടി മൂസായുടെ റബ്ബിനെ പരിഹസിച്ച ഫറോവയുടെ അവസ്ഥ. ഇനി നരകത്തിൽ വെന്തരിയുന്ന ബുദ്ധിശൂന്യനായ അത് അത്തരം ഭരണാധികാരികളുടെ സ്ഥിതിയാണ്. ബുദ്ധിശൂന്യനല്ലേ അദ്ദേഹം തന്നെയല്ലേ ആ ഒരു നക്കാപ്പിച്ച രാജ്യത്തിന്റെ അധികാരത്തിന് വേണ്ടി ആരെ തള്ളി? മൂസക്ക് കൊഞ്ഞയാണെന്നും വർത്തമാനം പറയാൻ പോലും കഴിയില്ല എന്നും ഒക്കെ പറഞ്ഞ് പരിഹസിച്ച ഫറോവ ഇന്നെവിടെ പല്ലിടിച്ച് കിടക്കുന്നത് കാണാം ഈജിപ്തിലെ മ്യൂസിയത്തിൽ. ഈ ലോകത്ത് നാളെ പരലോകത്ത് അദ്ദേഹം എത്തപ്പെട്ട പരലോകത്ത് എന്താണെന്ന് ഖുർആൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫറോവയുടെയും കൂട്ടുകാരുടെയും അവസ്ഥ. നമുക്ക് അത്ര അധികാരം കിട്ടിയ ഒരാളെ ചൂണ്ടിക്കാണിച്ച് എന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതൊന്നും കിട്ടിയിട്ടില്ലാത്ത വളരെ ചെറിയ സാഹചര്യം മാത്രമുള്ള നമ്മൾ എന്ത് നിലപാട് സ്വീകരിച്ചു? നമുക്ക് കിട്ടിയ സാഹചര്യത്തിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിച്ചു? ഇതൊക്കെ ഈ ആശയം പറയുന്ന ആളുകൾ പാവങ്ങളാണ്, സാധുക്കളാണ്. നമുക്കൊരു നിലവാരം തോന്നുന്നില്ല. അവരെടുത്തൊക്കെ എന്ത് ചെല്ലാനാണ് ഞാൻ എന്നെ പോലെയുള്ള ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ അവിടെ ഒന്നും ക്ഷമയോടുകൂടി ഇരിക്കാനുള്ള ക്ഷമയില്ലാതെ എന്താണ് ഇപ്പൊ ഈ നടക്കുന്നതെന്ന് പരിഹസിച്ചുകൊണ്ടോ ഈ ആശയത്തിൽ നിന്നും ഇതിന്റെ സംസ്ഥാപനത്തിൽ നിന്നും നമ്മൾ പിന്മാറിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ നാളെ വിധേയപ്പെടുന്നൊരവസ്ഥ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലഉകഫിറന്ന അൻഹും സയ്യിആതിഹിം, അത്തരക്കാരുടെ സകല പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. വലഉദ്ഖിലന്നഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു സവാബൻ മിൻ ഇൻദില്ലാ, അവരെ ആവട്ടെ താഴെ ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങൾ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇത് അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണ് അവർക്ക്. അതിൽ ആദ്യം പറഞ്ഞത് ഹിജ്റയാണ്, വെടിയുക എന്നാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ സവാബ്, ഏറ്റവും ഉത്കൃഷ്ടമായ പ്രതിഫലമോ അത് അല്ലാഹുവിങ്കൽ മാത്രമാണ്, വേറെ എവിടെ നിന്നും അവർക്ക് അത് കിട്ടാൻ പോകുന്നില്ല എന്നാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു,
ഇതൊന്നും ആരപ്പ് ഇതൊക്കെ കേൾക്കുന്നത്? വളരെ കുറച്ച് ആൾ. നൂഹ് നബിയുടെ ജനത ചിന്തിച്ചതുപോലെ ആകെ നൂഹിന്റെ കൂടെ ആരാളുള്ളത്? ഒരു 10-12 ആള്. ഒരു വലിയൊരു കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു. അവരൊരു സംഘം. എന്ത് സംഘം? അവന്റെ കൂടെ അവന്റെ ഭാര്യ പോലും ഇല്ല, കുട്ടി പോലും ഇല്ല എന്ന് പറഞ്ഞ് 25 ലക്ഷത്തോളം ആളുകൾ തള്ളിക്കളഞ്ഞു. 25 ലക്ഷത്തോളം ആളുകൾ ഈ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം തള്ളിക്കളഞ്ഞു. എന്നിട്ട് അവരങ്ങോട്ട് വെലസി നാട്ടിൽ അവർക്കാണ് സ്ഥാനം, പദവി. അവരുടെ മുഖമൊക്കെ വലിയ പ്രധാനപ്പെട്ടതായിട്ട് അവർ കണ്ടു. നമ്മളൊരു സ്ഥലത്തേക്ക് അങ്ങോട്ട് കയറി ചെന്നാൽ ആദരവും അംഗീകാരവും ഒക്കെ നമുക്കാണ്. ഇത് ഏത് അമ്മാറും യാസറും അതേപോലെ ബിലാലും തുടങ്ങി കുറച്ച് ആളുകൾ എന്ന് പറഞ്ഞ് അതിന് ആ റസൂലിന്റെ കാലഘട്ടത്തിലും ഫറോവയുടെ കാലഘട്ടത്തിലും അങ്ങനെ പകല പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അങ്ങനെ കണ്ട ആളുകളുടെ അവസ്ഥ എന്താണ്? അവർ വെലസും. ആ വെലസുന്നത് കണ്ടിട്ട് അവരുടെ സ്ഥാനമാനങ്ങളും പദവികളും കണ്ടിട്ട് നീ ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു ഹിജറ പറഞ്ഞുകൊണ്ടെന്ന് പറയാം, എന്നാൽ ലോകത്തൊങ്ങുമുള്ള സത്യനിഷേധികളുടെ വിളയാട്ടമുണ്ടല്ലോ, കൂത്താട്ടം, എല്ലാം അവരുടെ കയ്യിലെല്ലാം അവരങ്ങനെ തീരുമാനിക്കും. എവിടെ വികസനം, എന്തൊക്കെ വികസനം, അതൊക്കെ എവിടൊക്കെ കൊടുക്കണം, ആർക്കൊക്കെ കൊടുക്കണം, ഇവിടെ ഇസ്ലാം കിട്ടിയോ കിട്ടിയില്ലേ, സകാത്ത് ജനങ്ങൾക്കെല്ലാം അവകാശം കിട്ടിയോ കിട്ടിയില്ലേ, ഇതൊന്നും മിണ്ടിപ്പോവരുത്. പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ പേരിൽ ഒരുത്തനും സംസാരിച്ചു പോകരുത്. ഇസ്ലാമിന്റെ പേരിൽ സംസാരിച്ചു പോകരുത്. അള്ളാഹ്ക്കാണെങ്കിലോ ഇസ്ലാമിന്റെ പേരിൽ സംസാരിക്കുന്നവരെ വേണ്ടത്. അള്ളാഹ്ക്ക് ഇസ്ലാമിന്റെ പേരിൽ സംസാരിക്കുന്നവരെ പറ്റുള്ളൂ, വേറെ ഒരുത്തനെയും വേണ്ട. അള്ളാഹ് പറഞ്ഞു അന്ന് ഇന്ന ദീന ഇസ്ലാം, അള്ളാഹുവിന്റെ അടുത്ത് ഒരൊറ്റ ദീനെ സ്വീകരിക്കുള്ളൂ. ആ ദീൻ ഇസ്ലാമാണ്. ഇസ്ലാമുമായിട്ട് തന്നെ ചെല്ലണം എന്ന് ചെല്ലാൻ സാധിക്കണം. എന്നിട്ടല്ല പറയാൻ മത്താവും ഖലീലും ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ കൊട്ടാരങ്ങളും പദവികളും സ്ഥാനമാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. തുമ്മവാഹും അവർക്ക് ഖലീലാണ്. വളരെ കുറച്ച് കാലഘട്ടത്തിലേക്ക് ഞാൻ കൊടുക്കുന്ന ചില സംഗതികൾ മാത്രമാണ്. തുമ്മവാഹും ജഹന്നം. പിന്നീട് അവരെ കാത്തിരിക്കുന്ന ഹിജറക്ക് തയ്യാറില്ലാത്ത ആളുകളെ കാത്തിരിക്കുന്നത് അവർക്ക് നരകമാണ്. എത്ര മോശപ്പെട്ട അവർ ആ നരകത്തിലേക്ക് മടങ്ങുക തന്നെ ചെയ്യും, തെളിക്കപ്പെടുക തന്നെ ചെയ്യും, പിടിച്ചു വലിക്കപ്പെടുക തന്നെ ചെയ്യും. ആ വിളിച്ചു വലിക്കുന്ന സമയത്ത് അള്ളാഹു തൊട്ടടുത്ത 97 മുതൽ അതേ സൂറത്തിൽ തന്നെ അള്ളാഹു പറയുകയാണ്, അവർ മരിക്കുന്ന സമയത്ത് ഹിജറ വിഷയം വരാണ്. മരിക്കുന്ന സമയത്ത് ഹിജറ വന്നുകൊണ്ട് പറയുകയാണ്, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസിഹിം ഖാലൂ ഫീമാ കുൻതും. ആളുകൾ അവരുടെ ജീവൻ പിടിച്ചെടുക്കുന്ന വേളയിൽ മലക്കുകൾ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്ത് പറ്റി, എന്തേ നിങ്ങളുടെ പറ്റിയത്, എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് ചോദിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പറയുകയാണ്. എന്നിട്ട് എന്താ നിങ്ങൾക്ക്? അപ്പൊ ഉടനെ തന്നെ പറയാണ്, ഞങ്ങൾക്ക് ദീനൊക്കെ പരസ്യമായിട്ട് ഇസ്ലാമൊക്കെ ഇട്ട് പരസ്യമായിട്ട് നടക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഇല്ലേനു എന്നാ പറഞ്ഞത്. ഇത്ര ജനാധിപത്യ രാജ്യത്തെ എല്ലാ അർത്ഥത്തിലും ആർക്കും അവരുടെ ആശയം കൊണ്ടു നടക്കാവുന്ന ഒരവസ്ഥയുണ്ട് ഇവിടെ. മതവിശ്വാസികൾക്ക് അവരുടെ മതം പ്രബോധനം ചെയ്യാനും അവർക്ക് വേണ്ടതിൽ ഭരണഘടന തന്നെ അനുവാദം നൽകിയിട്ടുണ്ട്. എന്നിട്ടോ ചില ആളുകളുടെ തിട്ടൂരങ്ങൾ കണ്ടുകൊണ്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഇവരുടെ താല്പര്യങ്ങൾ കണ്ട് മാറി നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, ഖാലൂ കുന്നാ മുസ്തദഅഫിന ഫിൽ അർദ്. അപ്പോൾ അവർ മറുപടി പറയും, ഭൂമികൾ ഞങ്ങൾ അവശരും പിന്നോക്ക വിഭാഗം അടിച്ചമർത്തപ്പെട്ടവരുമായിരുന്നു, ന്യൂനപക്ഷമായിരുന്നു ഞങ്ങൾ എന്ന് അവർ പറയുമോ. ഖാലു അലം തകുൻ അർദുല്ലാഹി വാസിയതൻ ഫതുഹാജിറു ഫിഹാ. ഹിജറ വരികയാണ്. അപ്പോൾ മലക്കുകൾ അവരോട് പറയും, അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, നിങ്ങൾക്ക് സ്വദേശം വെടിഞ്ഞ് പലായനം ചെയ്തുകൂടായിരുന്നോ? 100 ആളെ കൊന്നവനാണെങ്കിലും പലായനത്തിലേക്ക് അങ്ങ് കടന്നിട്ടുണ്ടെങ്കിൽ, ഹിജറക്ക് അങ്ങ് തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വതആല വഴിയിൽ വെച്ച് മരിച്ചാൽ പോലും ഏറ്റെടുക്കും. പക്ഷേ പൂർണ്ണമായി അള്ളാഹുവിലേക്ക് മടങ്ങണം, അള്ളാഹുവിലേക്ക് അങ്ങോട്ട് വരണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് ഹിജറ പോയിക്കൂടായിരുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ ചോദിക്കുന്നത്. ആ ഹിജറ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ജഹന്നം വസാഅത്ത് മസീറ. ഇവർ നരകം താവളമാക്കിയിട്ടുള്ളവർ തന്നെയാണ്, അത് എത്ര വഷളായ താവളം എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. എന്തിനാണ് ഇത്? നമസ്കരിക്കാൻ വേണ്ടിയായിരുന്നോ ഹിജറ? നോമ്പെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നോ ഹിജറ? അതൊക്കെ മക്കയിൽ പറ്റുമായിരുന്നു. നമസ്കരിക്കാനൊന്നും ഒരു കുഴപ്പമില്ല. അവരൊക്കെ നമസ്കരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പേരിലല്ല പിടിച്ചതൊന്നും അതൊക്കെ അവർ സമ്മതിച്ചിരുന്നു. അതേപോലെ നോമ്പെടുക്കുന്നതിന് ആർക്കും കുഴപ്പമുണ്ടോ? നോമ്പെടുക്കാൻ എന്താ കുഴപ്പം? സക്കാത്ത് കൊടുക്കാൻ വല്ല കുഴപ്പമുണ്ടോ? അത് സ്വകാര്യമായിട്ട് കൊടുക്കാം. നമ്മുടെ നാട്ടിലൊക്കെ കൊടുക്കുന്നത് പോലെ സക്കാത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല ഹിജറ പറഞ്ഞത്. സക്കാത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല. ഹജ്ജിനെന്താ അവിടെ തന്നെയല്ല കഅബ ഉള്ളത്, പിന്നെന്തിനാ അവിടെ വിട്ടുപോകുന്നത്? ഇതിനു വേണ്ടിയിട്ടല്ല. ഈ ആരാധനയാണ് കാര്യം, അതാണ് പ്രധാനം എന്ന് പറയുമെങ്കിൽ അതല്ല കാര്യം. മറിച്ച് അള്ളാഹുവിന്റെ വലത് കയ്യിൽ സൂര്യനും ഇടത് കയ്യിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും മദ്യം വിളമ്പുന്നവരെ, അതേപോലെ ഇസ്ലാമിന്റെ ശറഅത്ത് പറ്റില്ലെന്ന് പറയുന്നവരെ,
ഇസ്ലാമിന്റെ ഹാക്കിമിയത്ത് പറ്റില്ല, കൊള്ളില്ല എന്ന് പറയുന്നവര്, അതുകൂടെ വേണ്ടതില്ല എന്ന് പറയുന്നവര്, അള്ളാഹുവിൻ്റെതാണ് ഈ ഭൂമി എന്ന സത്യത്തെ, ആകാശങ്ങൾ മുഴുവൻ അള്ളാഹുവിൻ്റെതാണെങ്കിൽ ഭൂമിയും അള്ളാഹുവിൻ്റെതാണ്, അവൻ ഹലാൽ ഹറാമുകൾ പടച്ചു വിട്ടത് ഇത് ഇവിടെ നടപ്പാക്കാനാണ്, പരലോകത്ത് നടപ്പാക്കാൻ വേണ്ടിയിട്ടല്ല. ഇതാണ് പ്രവാചകൻ പറഞ്ഞത്. അത് നടപ്പാക്കാൻ പറ്റുന്നിടം പോയി. അവിടെ വെച്ചിട്ട് പ്രവാചകന്റെ അനുയായികളുടെ കൂട്ടത്തിൽ, പ്രവാചകൻ ഭരണാധികാരിയായപ്പോ ആ പ്രവാചകന്റെ അനുയായികളുടെ കൂട്ടത്തിൽ ശിർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു. കൊടിയ ശിർക്ക്, യേശുവിനെ വിളിക്കുന്ന, അതേപോലെ ഉസൈറിനെ വിളിക്കുന്ന ഒക്കെ ആളുകളായിരുന്നു. അതൊന്നും അള്ളാഹുവിന്റെ റസൂല് ശക്തമായ ഒരു നേരിടലും നേരിട്ടിട്ടില്ല. മാത്രമല്ല ഹിജ്റ പോകുന്ന സമയത്ത് 360 ബിംബങ്ങൾ കാബയിൽ ഉണ്ടായിരുന്നു. ആ കാബക്കെതിരെ, ആ ബിംബങ്ങൾക്കെതിരെ പ്രവാചകൻ വിരൽ പോലും അനക്കിയിട്ടില്ല. അത് ബോധവൽക്കരണത്തിൽ ഒതുക്കുകയും എന്നിട്ട് പ്രവാചകൻ ഈ അധികാരം അള്ളാഹു സുബ്ഹാനഹു വ തആല ദീന്, അള്ളാഹുവിന്റെ ഹാക്കിമിയത്ത്, ഖിലാഫത്ത് ഉൾപ്പെടെയുള്ള ഭരണകൂട സംവിധാനം എല്ലാ ദീനിന്റെയും മുകളിൽ ഇൽഹാർ ചെയ്തു. ഈ ദീനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പ്രവാചകൻ ഹിജ്റക്ക് ആഹ്വാനം ചെയ്തു. അത് ബദറിൽ ആ ഹിജ്റ അതിന് ഏറ്റുമുട്ടൽ വരെ എത്തിയപ്പോ അതിൽ നിന്ന് അധികാര മേഖലയിൽ നിന്ന് പിന്തിരികയും പ്രവാചകനോടൊപ്പം നമസ്കരിക്കുകയും ദിക്റും ദുആകളും അനുഷ്ഠിക്കുന്ന 300 ചില്ലാനം ആളുകൾ അധികാര മേഖലയിൽ നിന്ന് പിന്മാറിയപ്പോ ഇവരുടെ നമസ്കാരം അള്ളാഹു തൂട്ടിലേക്ക് എറിയുകയാണ്. കാരണം അവർ മുനാഫിക്കുകൾ എന്ന് അള്ളാഹു ആ പിന്തിരിഞ്ഞ ആളുകളെ കുറിച്ച് അള്ളാഹു വലിൽ റസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ അവർ മുനാഫിഖ് എന്നുള്ള പ്രയോഗിച്ചതാണ്. അള്ളാഹുവിനും റസൂലിനുമാണ് സകല ഇസ്സത്തും, അതിനെ പിൻപറ്റിയവർക്കുമാണ് സകല ഇസ്സത്തും എന്ന് മുനാഫിക്കുകൾക്ക് മനസ്സിലാകുന്നില്ല. ഇസ്സത്ത് മുഴുവനും ഇവിടെ മാത്രമാണ് കേന്ദ്രീകരിച്ചു വെച്ചിരിക്കുന്നത് എന്ന സത്യം. വേറെ എവിടെയും ഒരു ഇസ്സത്തുമില്ല. ഈ പൂർത്തീകരിക്കപ്പെട്ട സമർപ്പണത്തിലാണ് ഇസ്സത്ത് എന്ന സത്യം ആർക്ക് തിരിയുന്നില്ല, മുനാഫിക്കിന് മനസ്സിലാവുന്നില്ല. പക്ഷെ മൂപ്പർക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മുനാഫിക്കാണെന്നും അറിയില്ലാന്ന് അതുള്ളവർ, അവർക്കത് അറിയില്ല എന്ന് പറഞ്ഞു. ഞാനൊരു മുനാഫിക്കാണ് എന്ന സത്യം ഒരിക്കലും അവർ മനസ്സിലാക്കുകയില്ല. അതുകൊണ്ട് സഹോദരികളെ, ഇനി എത്ര വർഷം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് അവസാനത്തേതാണോ? ഈ ഹിജ്റ കലണ്ടർ അവസാനത്തെ ഹിജ്റ കലണ്ടറാണോ എന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? കൊണ്ട് സമ്പൂർണമായിട്ടുണ്ടോ? സമർപ്പണം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ? അതുകൊണ്ട് ലോകത്തുള്ള ഇഖാമത്ത് പൂർത്തീകരിച്ച ദീനിനെ ഇഖാമത്ത് ചെയ്യുന്ന സംഘത്തിന്റെ മുന്നണി പോരാളികളായിട്ട് ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ ഒരു ഇറങ്ങിത്തിരിക്കലിന്റെ പേരാണ് ഹിജ്റ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സമർപ്പിതരായി മാറുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.